നമസ്കാരം. പാർലമെന്റിലെ സംഘർഷങ്ങളിൽ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഡൽഹി പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് മുകളിലേക്ക് ഈ റിപ്പോർട്ട് അയച്ചത്. തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഏറ്റെടുക്കാൻ ഡൽഹി DGP ഉത്തരവിട്ടത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും MP മാരുടെ പ്രതിഷേധത്തിനിടെ പാർലമെന്റിൽ പുറത്തു നടന്ന സംഘർഷത്തിന്റെ അന്വേഷണമാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വാക്കേറ്റത്തിനിടെ ശാരീരികമായി മർദ്ദിച്ചെന്നും പരിക്കേൽപ്പിച്ചെന്നും ആരോപിച്ചാണ് ഇരുവിഭാഗവും പരസ്പരം പരാതി നൽകിയത്. സംഭവത്തിൽ രണ്ട് BJP MP മാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ നെറ്റിയിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് BJP നേതാവ് ഹേമാങ് ജോഷി രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരുന്നു. പിന്നാലെ പോലീസ് രാഹുലിനെതിരെ കേസ് അന്ന് രാത്രിയോടുകൂടി തന്നെ, അതായത് പാർലമെന്റ് സംഘർഷം ഉണ്ടായി അന്ന് രാത്രിയോടുകൂടി തന്നെ പരാതി ലഭിച്ച സ്പോട്ടിൽ തന്നെ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായിരുന്നു. അതേസമയം BJP അംഗങ്ങൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ തള്ളിയെന്നും അത് കാരണം അദ്ദേഹത്തിന്റെ മുട്ടിന് പരിക്കേറ്റും എന്നൊക്കെ ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. അംബേദ്കറെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെ തുടർന്നാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ആരോപണവുമായി രംഗത്തെത്തിയത്. പിന്നാലെ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ പരാതി നൽകുകയായിരുന്നു. അതിനിടെ രാഹുൽ ഗാന്ധി വന്ന് അടുത്ത് നിൽക്കുകയും ആക്രോശിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് അസ്വസ്ഥത തോന്നിയെന്നും BJP വനിതാ MP ഫക്നോ കൊനാക്കിയ ആരോപിച്ചു. കൊനാക്കിയന്റെ പരാതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ലോക്സഭാ സ്പീക്കറോടും രാജ്യസഭാ ചെയർമാനോടും ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കൂടാതെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കാണിച്ച ഗുണ്ടായസത്തിന്റെ പേരിൽ വനിതാ കമ്മീഷൻ വാർത്തകളും അതുപോലെ തന്നെ സംഭവങ്ങളും എല്ലാം നിരീക്ഷിച്ചതിനു ശേഷം വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വനിതാ പാർലമെന്ററി അംഗങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും ഉറപ്പാക്കാൻ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും വനിതാ കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിഷയത്തിൽ വനിതാ കമ്മീഷൻ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങൾ പരസ്പര ബഹുമാനവും സമത്വവും മാതൃകയാക്കണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വനിതാ പാർലമെന്ററി വനിതാ പാർലമെന്ററി നേതാക്കളുടെ അന്തസ്സിനും അവകാശത്തിനും നേരിട്ടുള്ള അവഹേളനം എന്നാണ് വനിതാ കമ്മീഷൻ സംഭവത്തെ വിശേഷിപ്പിച്ചത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. അവിടെ കുറച്ച് മര്യാദ പാലിക്കണമെന്ന് കോൺഗ്രസിനോട് വനിതാ കമ്മീഷൻ പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കൊനാക്കിന്റെ ആരോപണങ്ങൾ കോൺഗ്രസിന്റെയും രാഹുലും തള്ളിക്കളഞ്ഞു. തന്നെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഭരണകക്ഷി MP മാരാണ് രാഹുൽ പറഞ്ഞത്. അതായത് ഭരണകക്ഷി MP മാരാണ് തന്നെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്തത്. ഞാൻ ഒരു BJP നേതാവിനെ ആക്രമിക്കുകയോ ദളിത് BJP MP അപമാനിക്കുകയോ ശരീരത്തിൽ കയറി സ്പർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർലമെന്റ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതേസമയം പാർലമെന്റിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് സ്പീക്കർ ഓം ബിർള കർശനമായ ഒരു നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് പാർലമെന്റ് പ്രിമിസസിന്റെ ചുറ്റളവിൽ ഒരു തരത്തിലുമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ, അതായത് പ്രതിപക്ഷ MP മാരുടെ പ്രകടനമോ സമ്മേളനമോ ഒന്നും തന്നെ പാടില്ല. അതായത് ഓം ബിർള അവിടെ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒരു MP ഒറ്റയ്ക്ക് വന്നിരുന്ന പാർലമെന്റിന്റെ മുന്നിൽ സമരം ചെയ്യാനോ കൂട്ടത്തോടെ വന്ന് സമരം ചെയ്യാനോ പ്രതിഷേധ മുദ്രാവാക്യവും പ്രതിഷേധ ജാഥയോ ഒന്നും തന്നെ അവിടെ ഉയർത്താൻ പാടുന്നതല്ല എന്ന് ഓം ബിർള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്.